2024-25 വർഷത്തെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കാലേക്കൂട്ടി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും ഡയറക്ടർമാരും ഒപ്പം ദേവസ്വം വകുപ്പിൻ്റെ സെക്രട്ടറിയും വിവിധ ജില്ലാ കളക്ടർമാരും എല്ലാം ചേർന്നുള്ള മീറ്റിംഗാണ് ഞങ്ങളിന്ന് ചേർന്നത്. മുൻ വർഷത്തെ പൊതുവിലുള്ള സ്ഥിതി പരിശോധിച്ചപ്പോൾ 52 ലക്ഷം പേര് ശബരിമലയിൽ കഴിഞ്ഞ തീർത്ഥാടനത്തിനെത്തി എന്നാണ് പൊതുവിൽ കണക്ക്. ആദ്യത്തെ സർക്കാർ കണക്ക് വന്നപ്പോൾ 46 ലക്ഷത്തിന് മുകളിലായിരുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീടത് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ 52 ലക്ഷത്തിലധികം പേർ വന്നിരിക്കും. സ്വാഭാവികമായി ഓരോ വർഷം കഴിയുന്തോറും ഇതിൽ തീർത്ഥാടകരുടെ നമ്പർ വർദ്ധിച്ചു വരികയാണ്. ഇപ്പം തന്നെ എല്ലാ മലയാള മാസം 1-ാം തീയതി ഇടയ്ക്കും തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കർക്കിടക മാസം 1-ന് സന്നിധാനത്തിൽ പോയിരുന്നു. അന്ന് വന്നിട്ടുള്ളത് തലേദിവസവും പിറ്റേ ദിവസമായി 10,000-കണക്കിന് തീർത്ഥാടകരാണ് രാജ്യത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് ശബരിമലയിൽ എത്തിയിരുന്നത്. അപ്പോൾ ഇനി ചിങ്ങം ഒന്നാണ് വരാൻ പോകുന്നത്. ഇതിനേക്കാൾ വലിയ രൂപത്തിലുള്ള പ്രവാഹമായിരിക്കും ഭക്തജനങ്ങൾ. തുടർന്നങ്ങോട്ട് മണ്ഡല മഹോത്സവത്തിൻ്റെ കാലഘട്ടത്തിൽ വരുന്ന തീർത്ഥാടകർ, അതിനുശേഷം മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വരുന്ന തീർത്ഥാടകർ, ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ കാലേക്കൂട്ടി അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവങ്ങളെല്ലാം വെച്ച് പരിശോധിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള തുടക്കം കുറിച്ചു. അതിലൊന്ന്, ശബരിമലയിൽ എത്തിച്ചേരുന്ന എല്ലാ തീർത്ഥാടകർക്കും ദർശനം കഴിഞ്ഞു പോകേണ്ട സൗകര്യമുണ്ടാകും. അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കലാണ് ആദ്യത്തെ കാര്യം. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നുള്ള ഏതെങ്കിലും പോരായ്മകൾ സഞ്ചാരയോഗ്യമായ പാതകൾക്കുണ്ടെങ്കിൽ ആ പാതകളെല്ലാം കാലേക്കൂട്ടി ടെൻഡർ ചെയ്ത് അത്തരം പ്രവർത്തികൾക്ക് തുടക്കം കുറിക്കാൻ ഇന്ന് തീരുമാനിക്കുകയുണ്ടായി. ഇപ്പോൾ പൊതുവിൽ BMBC നിലവാരത്തിലുള്ള റോഡുകളാണ് ഇങ്ങോട്ടുള്ളതെങ്കിലും ചാലക്കയം ഭാഗത്ത് ചെറിയ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതുൾപ്പെടെ പരിഹരിക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ എടുക്കുകയുണ്ടായി. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ടായി. മറ്റൊന്ന്, പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ പ്രശ്നമാണ്. അത് പൊതുവിൽ പരിശോധിച്ചപ്പോൾ നിലയ്ക്കൽ ഇപ്പോൾ 8,000 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് നിലവിലുള്ളത്. അത് 10,000-ന് മുകളിലാക്കാൻ കഴിയുന്ന സാധ്യതകളുണ്ട് എന്നാണ് പോലീസിൻ്റെയും വനം വകുപ്പിൻ്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാം പരിശോധനകളിൽ വ്യക്തമായി. അതുകൊണ്ട് ആ 10,000-ന് മുകളിലാക്കാൻ 2,000-ലേറെ വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള നിലയ്ക്കൽ പ്രദേശം അത് പരുവപ്പെടുത്തിയെടുക്കാൻ ഇന്നത്തെ യോഗം തീരുമാനിക്കുകയുണ്ടായി. മറ്റൊന്ന്, എരുമേലിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 1,100 വാഹനങ്ങൾക്കാണ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ. അത് കുറേ കൂടി വിപുലീകരിക്കാൻ വേണ്ടി അവിടെ തന്നെ മറ്റൊരു ഭൂമി കണ്ടെത്താൻ കോട്ടയം കളക്ടർ ശ്രമം ആരംഭിച്ചു. അത് വിജയിക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒരു 6 ഏക്കർ സ്ഥലം കൂടി കിട്ടുന്ന സാഹചര്യം വരുന്നു. അപ്പോൾ എരുമേലിയിലെയും പാർക്കിംഗ് സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ ഇന്നത്തെ യോഗം എടുക്കുകയുണ്ടായി. മറ്റൊന്ന്, ഇടത്താവളങ്ങൾ. എല്ലാ ഇടത്താവളങ്ങളും കാലേക്കൂട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ അവിടുത്തെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പശ്ചാത്തല സൗകര്യം ഒരുക്കേണ്ടവരുടെയും എല്ലാം യോഗം വിളിച്ച് എല്ലാ ഇടത്താവളങ്ങളും തയ്യാറെടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഇന്നെടുക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ നമ്മുടെ ആരോഗ്യപരിപാലന രംഗത്ത് സുദീർഘമായ സേവനങ്ങളാണ് അവിടെ അനുഷ്ഠിച്ചു വരുന്നത്. അതിൽ ചില കാര്യം കൂടി കൂട്ടിച്ചേർക്കുക. ഇപ്പം ചില സ്ഥലത്ത് ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രോമ കെയർ സംവിധാനങ്ങൾ ഇപ്പോൾ പരിസര പ്രദേശത്തില്ല. അതുണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു പ്രപ്പോസൽ വന്നു. അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വന്നു. അപ്പോൾ അതിന് സൗകര്യമൊരുക്കുന്ന രൂപത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കും. ഒപ്പം സന്നിധാനത്തിലെ ആശുപത്രിയിൽ ഉൾപ്പെടെ ഏറ്റവും പ്രാഥമികമായി ഒരു ഹൃദ്രോഗി വന്നാൽ ആ ഹൃദ്രോഗിക്ക് ലഭിക്കേണ്ട എല്ലാ പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങളും
അത് ECG എടുക്കാൻ, എക്കോ എടുക്കാൻ, TMT എടുക്കാൻ, ബ്ലഡ് പരിശോധിക്കാൻ, അങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. മറ്റൊരാൾക്ക് നടപ്പാതയിൽ തന്നെ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ചെസ്റ്റ് പെയിൻ വന്നു, അതിൽ ഒരു മാസീവ് അറ്റാക്കാണ് വരുന്നെങ്കിൽ അവർക്ക് പെട്ടെന്ന് കൊടുക്കേണ്ട പ്രാഥമിക ട്രീറ്റ്മെൻറ്റിലൊന്നാണ് CPR കൊടുക്കുക. അതിന് ദേവസ്വം ബോർഡിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വളണ്ടിയേഴ്സിനെ തന്നെ അതിന് പരിശീലിപ്പിച്ച് അത്തരം ക്രമീകരണങ്ങൾ ഉറപ്പാക്കും. ഇത്തരത്തിൽ ആരോഗ്യപരിപാലന രംഗത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഇപ്പോൾ മെച്ചപ്പെട്ടതുണ്ട്. അതിന് പുറമെ കോന്നി മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എല്ലാം ഇതിന് പ്രത്യേകമായ സെല്ല് തുറക്കാനും തീരുമാനിച്ചു.